വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ റൗണ്ടിൽ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ. അപ്പോൾ ഗായ്സ് നമ്മൾ എക്സിബിഷൻ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗായ്സ് പൂരം എക്സിബിഷൻ. ഫ്രണ്ടിലത്തെ കവാടം തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നടരാജത്തിൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി. ഫസ്റ്റ് തന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ആയിരുന്നു കാണാൻ പറ്റിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പലതര കളറിലുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് കടയിൽ കയറി. ഫസ്റ്റ് കടയിൽ എന്ന് പറയുന്നത് ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നടന്ന് പിന്നെ ഞങ്ങൾ ടോയ് സെക്ഷൻ, പിന്നെ അതും കൂടാതെ തന്നെ മാല, കമ്മൽ, മോതിരം, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ബൾബായതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞങ്ങൾ ഫാൻ വീശി നടക്കുകയായിരുന്നു ചെയ്തത്. അതും കൂടാതെ ഗൈസ് പല കളറിലുള്ള ഹെയർ ബാൻഡുകൾ, മാലയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ മുത്തുകളൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നീട് ഞങ്ങൾ കണ്ടത് ആനയുടെ പ്രതിമ, നെറ്റിപ്പട്ടം, അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പല സൈസിലുള്ള നെറ്റിപ്പട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതും കൂടാതെ ഗൈസ് ഭരണി പാത്രങ്ങൾ പല കളറിൽ പല ഡിസൈൻ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ വേറെ കടയിലും പോയപ്പോൾ അവിടെയും കുറേ കമ്മലുണ്ടായിരുന്നു. പിന്നെ ഗൈസ് പിന്നെ മിഠായി സെക്ഷൻ ആയിരുന്നു. പണ്ടത്തെ മിഠായി വരെ ഉണ്ടായിരുന്നു. അതിൽ കുറേ വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള മിഠായികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടത് ഒരു പപ്പടമൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ പല ഷേപ്പിൽ, അങ്ങനത്തെ കുറച്ച് ഇതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈക്കിൾ കണ്ടു ഗൈസ്. ശരിക്കൊരു സൈക്കിൾ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത കടയിൽ കയറിയപ്പോൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. കുറേ നേരിട്ട് കുലുക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് പ്രതിമകളായിരുന്നു. കൃഷ്ണൻ്റെ ഒക്കെ പ്രതിമ നല്ല രസമുണ്ടായിരുന്നു. പല ഡിസൈനുള്ള കൃഷ്ണൻ്റെ പ്രതിമയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് പെർഫ്യൂം കടയായിരുന്നു ഗൈസ്. അവിടെ എത്തുമ്പോൾ തന്നെ എന്ത് മണ്ണ. പിന്നെ ഗൈസ് ഞങ്ങൾ എത്തിയത് പുരാവസ്തു കടയായിരുന്നു ഗൈസ്. പണ്ട് കാലം മുതലുള്ള കോയിൻസ് ഉണ്ട് ഗൈസ് ഇതിൽ. ഞാനതൊക്കെ കണ്ട് ഞെട്ടി ഗൈസ്. 10 പൈസയും 5 പൈസയും 1 പൈസ വരെ ഉണ്ട് ഗൈസ്. അതും കൂടാതെ നോട്ടുകളുണ്ടായിരുന്നു. ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചില കോയിൻസ് ഒക്കെ ഒരു ബോക്സിലാക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. 1, 2, 5, 10, 500, 100 നോട്ടുകൾ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അതിന് കവറിൽ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ റൈഡ് സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. റോളർ കോസ്റ്റർ, ചെറിയ റോളർ കോസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു റൈഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത് ആടുന്നതിൻ്റെ ഒപ്പം തിരിയണുണ്ടായിരുന്നു. വേറൊരു സംഭവം, ഇത് എന്താ തോണി പോലത്തെ സംഭവം, അത് ഏറ്റവും മുകളിലേക്ക് പോകണ്ടായിരുന്നു ഗൈസ്. മരത്തിൻ്റെ അടുത്ത് വരെ എത്തിണ്ടായിരുന്നു. അത് ഏറ്റവും മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഭയങ്കര പേടി തോന്നി. പിന്നെ ജൈൻറ്റ് വീൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടത് ബോട്ടായിരുന്നു. അതിലത്തെ വെള്ളം ഇളകുമ്പോൾ കടലത്തെ തിരമാല അടിക്കണ പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അപ്പം ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ഈ പാനിപൂരി, ബേൽപൂരി, മസാലപൂരി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൂടാതെ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രുചിയായിരുന്നു ഗൈസ്. സൂപ്പർ. പോണ വഴിയിൽ ഐസ്ക്രീം കട കണ്ടു. അപ്പം ഞങ്ങൾ സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറയുന്ന ഫ്ലേവറിൽ ഒരു ഐസ്ക്രീം വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോണ വഴിയിലൊരു ആനയുടെ പ്രതിമ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള ഫോട്ടോത്തെ ഫ്രെയിമിൽ ചേച്ചി ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് ഞാനൊരു കുത്തു കൊടുത്തു. ഞങ്ങൾ കണ്ടത് പുതിയ സ്കൂട്ടറായിരുന്നു. പക്ഷെ അതിൻ്റെ മേലെ ചെറിയ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പുതിയ മോഡൽ സ്കൂട്ടറായിരുന്നു ഗൈസ്. എന്താ റിവർ എന്നൊക്കെ ആയിരുന്നു അതിൻ്റെ പേര്. ഞങ്ങൾ പോണ വഴിയിൽ വിശാലമായ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓടി ചാടി കളിക്കുകയായിരുന്നു. ഓടിയും കൂത്തുമറിഞ്ഞൊക്കെ ആയിരുന്നു ഞാൻ ഓടണ്ടായിരുന്നത്. തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടാൻ നല്ല സുഖമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഓടുമ്പോഴേക്കിനും ക്ഷീണിച്ചു. അപ്പം ഞാൻ അവിടെ കയറിയിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്ടർ ഫൗണ്ടെയിൻ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചൊരു റീൽസ് എടുത്തു. പക്ഷേ പാട്ട് കേൾക്കണേ ഉണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ മനസ്സിൽ പാടിയിട്ടൊക്കെയായിരുന്നു കളിക്കണ്ടായിരുന്നത്. കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ പോണ വഴിയിൽ അതുപോലെ എന്തോ ചിറകൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടും എന്തൊക്കെയൊക്കെ ഞാൻ കാണിച്ചു. പിന്നെ വീണ്ടും ആനേനെ കണ്ടു. അപ്പോൾ വീണ്ടും ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ കണ്ടത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മോഡലും അതിൻ്റെ മുന്നിൽ ഒരു ഗരുഡനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ചേച്ചിയുടെ റീൽസ് എടുത്തു. കുറേ കടകളുണ്ടായിരുന്നു ഗൈസ്. കുറേ സാധനങ്ങൾ വാങ്ങി. കവറുകളൊക്കെ നിറഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ. പക്ഷെ കാലുകളൊക്കെ കുഴഞ്ഞു ഗൈസ് നടന്ന്. സൈഡിൽ ഐ ലവ് തൃശ്ശൂർ പൂരം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എക്സിബിഷൻ ഹാളിൻ്റെ പുറത്തും കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കമ്മലും മാലയൊക്കെ വാങ്ങി. അപ്പം ഇതാണ് ഫ്രണ്ട്സ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഒരു ഫുൾ വ്യൂ. അവിടെ കാണുന്ന നടരാജ വിഗ്രഹത്തിൻ്റെ മേലെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളൊക്കെ അടിക്കുമ്പോൾ നല്ല രസമായിരുന്നു. അതും കൂടാതെ ഗൈസ് ഞങ്ങൾ ലൈറ്റ് കത്തണ കളർഫുൾ ബലൂണുകളൊക്കെ കണ്ടു. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.